ബീഹാർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തേജസ്വി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും നിതീഷ് നയിക്കുന്ന NDA സഖ്യത്തിനും ഒരുപോലെ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ കൂട്ടത്തിൽ മാധ്യമങ്ങൾ എണ്ണുന്നൊരു പാർട്ടി കൂടിയുണ്ട്. ജനതാ കെ സുന്ദർ രാജ് കെ ലിയെ, ബീഹാർ കെ ബദൽ കെ ലിയെ എന്ന മുദ്രാവാക്യമുയർത്തി രംഗത്തെത്തിയ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലെ കോച്ച് പ്ലെയർ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി. 2012 ഗുജറാത്ത് തിരഞ്ഞെടുപ്പ്, 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2015 ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ്, തമിഴ്നാട് ബംഗാൾ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഗുജറാത്ത് വംശഹത്യയുടെ പാപഭാരമുണ്ടാക്കുന്ന നരേന്ദ്രമോദി എന്ന പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ദേശീയ നേതാവായും ഗുജറാത്തിനെ വികസനത്തിന്റെ മോഡലായും ഉയർത്തിക്കാട്ടാൻ പ്രയത്നിച്ച 2024 NDAക്ക് 400 സീറ്റ് പ്രവചിച്ച പ്രശാന്ത് കിഷോറിന് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഗോദയിൽ എന്താണ് കാര്യം? അഥവാ ആർക്ക് വേണ്ടിയാണ് PK ഗോദയിലിറങ്ങിയത്? RJD BJPയുടെ B ടീമെന്നും BJP RJDയുടെ B ടീമെന്നും പരസ്പരം വിളിക്കുന്ന PKയുടെ ജൻസുരാജ് പാർട്ടി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും, അഥവാ എങ്ങനെ അട്ടിമറിക്കും? പലപ്പോഴും അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യം ബീഹാറിൽ കാത്തുവച്ചത് എന്തെന്നറിയാൻ ഫലം പുറത്തു വന്നേ മതിയാകൂ. പക്ഷേ മോദി ഉപദേശിച്ചു തുടങ്ങിയ PKയുടെ തിരഞ്ഞെടുപ്പ് നയതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി വേണമെന്നില്ല. പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച ഉദയ് സിംഗ് ആണ് ജൻസുരാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ. വിരമിച്ച ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഒക്കെയായി വലിയൊരു നിര തന്നെയുണ്ട് PKയുടെ കൂടെ. 2 പതിറ്റാണ്ടിലേറെ കാലം മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ബീഹാറിലെ നീതി നിഷേധത്തിന്റെയും അതിദാരിദ്ര്യത്തിന്റെയും കണക്കുകൾ. എവിടെയും കടുത്ത ഭരണവിരുദ്ധ വികാരം നിഴലിക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം തനിക്ക് അനുകൂലമാകുമെന്ന കേവല രാഷ്ട്രീയ നേട്ടത്തിൽ മാത്രമാണോ PKയുടെ കണ്ണ്? 2022 ഒക്ടോബറിൽ ചമ്പാരനിൽ നിന്നും 20 ജില്ലയിലൂടെ 3500 കിലോമീറ്റർ നടത്തിയ പദയാത്രയിലൂടെയായിരുന്നു PKയുടെ തുടക്കം. ബീഹാറിന് വേണ്ടത് ജാതി രാഷ്ട്രീയമല്ലെന്നും പകരം തൊഴിലവസരങ്ങളാണെന്നും യാത്രയിലുടനീളം പറഞ്ഞ പ്രശാന്ത് ജൻസുരാജ് പാർട്ടി ബീഹാറിനുള്ള പുതിയ ഓപ്ഷനാണെന്ന് ആവർത്തിച്ചു. ആ യാത്ര പൂർത്തിയായ ശേഷമാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. ആ പാർട്ടിയാണ് 243 സീറ്റിലും ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. തൊഴിലില്ലായ്മ, കുടിയേറ്റം, കുറ്റകൃത്യം, ആരോഗ്യ മേഖലയിലെ ശോച്യാവസ്ഥ, അഴിമതി തുടങ്ങി ബീഹാറിലെ പ്രശ്നങ്ങൾ എണ്ണി പറയുമ്പോഴും ദളിതരും മുസ്ലിങ്ങളും നേരിടുന്ന അതിക്രമത്തെക്കുറിച്ചോ വർഗീയതയെക്കുറിച്ചോ PK മിണ്ടിയിട്ടില്ല. ബീഹാറിൽ NDA ഭരണം അവസാനിപ്പിക്കുമെന്നും ജനഹിതം ജൻസുരാജിനും RJDക്കും ഇടയിലായിരിക്കുമെന്നും പറഞ്ഞ PK ഇപ്പോൾ പറയുന്നു RJDക്ക് 30 സീറ്റ് കിട്ടിയാലായി എന്ന്. മത്സരം ജൻസുരാജും NDAയും തമ്മിലാണെന്ന്. NDA നേതാവിന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തെക്കുറിച്ച് ആരോപണം തൊടുത്തുവിട്ടിരുന്ന PK ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാറില്ല. പതിയെയാണെങ്കിലും രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ചെമ്പ് തെളിഞ്ഞു വരുന്നുണ്ട്. RJDയുടെ ആരോപണം ശരിവെക്കുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും PK ബീഹാർ രാഷ്ട്രീയത്തിലെ നിർണായക ഫാക്ടർ മാത്രം. PKയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവും അജണ്ടയും ഡീപ്പായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: NDAക്കെതിരായ ഭരണവിരുദ്ധ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് പോകരുത്. അത് തടയാനുള്ള ചിറയാണ് യഥാർത്ഥത്തിൽ ജൻസുരാജ് പാർട്ടി. 40 സീറ്റുകളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ജൻസുരാജ് പാർട്ടി ആദ്യം നീക്കിവെച്ചത്. അത് 31 ചുരുങ്ങിയെങ്കിലും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും, പ്രത്യേകിച്ച് രൂപീകരിച്ച് മാസങ്ങളാകുന്ന ഒരു പാർട്ടിയും ഈ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതെന്തായാലും ഭരണഘടനയോടുള്ള കൂറല്ലെന്ന് വ്യക്തം. കന്നി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു പാർട്ടിക്ക് സംസ്ഥാനമാകെ നടന്ന് പ്രചരണ ജാഥ നടത്താനും തിരഞ്ഞെടുപ്പിലെ കാടിളക്കിയുള്ള ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള കോടികൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ബീഹാറിലാകെ പരക്കുന്നുണ്ട്. 3 വർഷം താൻ പണിയെടുത്തുണ്ടാക്കിയ പണമെന്നായിരുന്നു കിഷോറിന്റെ വിശദീകരണം. ഒപ്പം സനാതനധർമ്മ വിശ്വാസികൾ സംഭാവനകൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നുണ്ട്. 2024 400 സീറ്റെന്ന BJP സ്വപ്നം തള്ളിക്കെടുത്തിയത് ഇന്ത്യ സഖ്യമാണ്. മഹാരാഷ്ട്രയും ഹരിയാനയും ജയിച്ചു കയറിയെങ്കിലും തങ്ങളുടെ മുന്നേറ്റത്തെ തടയാനുള്ള ശേഷി ഇന്ത്യ സഖ്യത്തിനുണ്ടെന്ന് അറിയാത്തവരല്ല BJP. ബീഹാർ നിലനിർത്താൻ മൂണ കാട്ടിയുള്ള നിതീഷ് കുമാറിന്റെ ചിത്രവും അക്കൗണ്ടിലെത്തുമെന്ന് പറഞ്ഞ 10,000 രൂപയും പതിവ് വർഗീയ വിഭജന അജണ്ടയും മാത്രം മതിയാവില്ലെന്ന് മോദിക്കും ഷായ്ക്കും അറിയാം. പ്രശാന്ത് കിഷോറിന് നന്നായി പണിയെടുക്കാനും അറിയാം.